ഈ ഒരു മൂവി ഓൾറെഡി തിയേറ്റർ റിലീസായ ഒരു മൂവിയാണ്, ഇപ്പോൾ റീസെൻ്റ്ലി ഡിജിറ്റലി റിലീസായിട്ടുണ്ട്. സോ ഞാൻ കണ്ടു നോക്കി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് മൂവി ആയിരുന്നു. ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മണികണ്ഠൻ തന്നെയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് മൂവീസൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് വന്നിട്ടുള്ള മൂവീസൊക്കെ എടുത്ത് നോക്കിയാൽ മതി, എല്ലാം ഒരു നൈസാണ്. എന്ത് പറയുക, നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കാം ഒരു ക്യാരക്ടറും ആ ഒരു സ്റ്റോറിയും. പുള്ളിക്കാരൻ്റെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷ ഒന്നും എവിടെയും തെറ്റിയിട്ടില്ല. ഒരു അടിപൊളി മൂവി തന്നെയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പം സ്പോയിലറൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മൂവിയിൽ 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒന്ന് അരുൺ ആൻഡ് ദിവ്യ. സോ ഇവരുടെ ലൈഫിൽ നടക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷനും അല്ലെങ്കിൽ അത് എൻഡ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ദിവ്യ എന്ന് പറയുന്ന ക്യാരക്ടർ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ബീച്ചിലിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ദിവ്യനോട് ഒരു ഫ്രണ്ട് ചോദിക്കും തൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ലവ് സ്റ്റോറി പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ഉള്ളൂ ആ ഒരു നരേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പയ്യനെ കോളേജിൽ ആദ്യമായിട്ട് കാണുന്നതും ആ ഫസ്റ്റ് അപ്പിയറൻസും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ലവ്, ആ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരും, തൻ്റെ ലവറിൻ്റെ ഫോൺ കോൾ വരും. പെട്ടെന്ന് ഈ ഒരു പുള്ളിക്കാരുടെ ഫേസ് അങ്ങ് ടോട്ടലി മാറും. അതായത് ആ ഒരു നിമിഷം വരെ ഈ ലവറിനെ ആദ്യമായിട്ട് കണ്ടതും ആ ഒരു ഫസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ആ ഒരു ഫോൺ കോൾ കാണുമ്പോൾ ആ ഒരു പുള്ളിക്കാരുടെ ഫേസ് ടോട്ടലി ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള മൈൻഡിലൊക്കെ പോകും. സോ ആ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും എൻ്റയർ മൂവി എന്താണെന്നുള്ള കാര്യം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ കഥയാണോ സംസാരിക്കുന്നത്, പക്ഷേ കംപ്ലീറ്റ്ലി ഒരു ടോക്സിക് റിലേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാളുടെ സൈഡിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഈ ഓവർ കെയറിങ് അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ്, അല്ലെങ്കിൽ താൻ എന്ത് ചെയ്താലും എന്നോട് പറയണം, ലൈക്ക് ഒരു കൺട്രോൾ വെക്കുന്ന പോലെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് മണികണ്ഠൻ്റെ ക്യാരക്ടർ അരുൺ എന്ന് പറയുന്നത്. സോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സൊല്യൂഷൻ എന്താണെന്നാണ് സിനിമ മുന്നോട്ട് സംസാരിച്ചു പോകുന്നത്. ആൻഡ് ഈ സിനിമ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ 2 ആൾക്കാരും അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ സിനിമയിൽ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ക സ്റ്റേജിങ് പോലെയാണ് ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ സംസാരിച്ചു പോകുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഒരു മിഡ്, പിന്നീട് ആ ഒരു എൻഡിങ്. ഈ ഒരു 3 കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, എന്നും പറഞ്ഞ് ഭയങ്കര ബോറെന്നല്ല ഞാൻ പറയുന്നത്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിച്ച് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് അതൊക്കെ നൈസായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോയാൽ നമ്മളതിൽ ഒരിക്കലും നിൽക്കത്തില്ല. ആ ഒരു സ്റ്റേജിലാണ് ഈ സിനിമയുടെ സ്റ്റോറി തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മൂവി ശരിക്കും ഈ റിലേഷൻഷിപ്പുള്ള ആൾക്കാരും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം ഹെൽത്തി അല്ല നിങ്ങൾക്ക് തോന്നുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഫീൽ തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, പക്ഷേ സംസാരിച്ചത് എങ്ങനെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്താ പറയുക, ഒരു 1 ഇയർ റിലേഷൻ ആയിരിക്കാം, 2 ഇയർ ആയിരിക്കാം, മേ ബി ഒരു വലിയൊരു ടൈം പീരീഡുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ എന്നാലും പ്രോബ്ലംസ് എല്ലാത്തിലും വരും. ഈ വരുന്ന പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും എന്താണ് ഇഷ്യൂ, അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിപൊളിയാവുന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് തോന്നത്തില്ല, അവർക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആലോചിക്കും. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് എങ്ങനെ ആയിരിക്കും, കാരണം ഒരു 2 വർഷമോ 3 വർഷമൊക്കെ റിലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ മേ ബി ഒരു 5 ഇയേഴ്സ് ഒക്കെ ആയിരിക്കാം. സോ ഇത്രയും വർഷം ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഫേസ് ചെയ്തിട്ട് പിന്നീട് ഒരു ടൈമിൽ ബ്രേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഓവർകം ചെയ്യും, അതെങ്ങനെ മുന്നോട്ട് പോകും, അത് വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സൊല്യൂഷനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നൈസായിട്ട് തന്നെ ഈ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂവിൽ നമുക്ക് ഒരു ക്യാരക്ടറിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ദിവ്യനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ദിവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ അരുണൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അരുണിൻ്റെ ലൈഫിൽ നടക്കുന്ന പ്രോബ്ലംസും തൻ്റെ ഫാമിലി, തൻ്റെ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ താൻ ഹാൻഡിൽ ചെയ്തിട്ടാണ് താൻ നിൽക്കുന്നത്. സോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും താൻ ബിഹേവ് ചെയ്യുമോ, ആ രീതിയിലാണ് അരുൺ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ദിവ്യയുടെ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ ദിവ്യയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ദിവ്യയുടെ ലൈഫിൽ ഈ ഒരു സിനിമയിൽ തന്നെ ദിവ്യയ്ക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് മണികണ്ഠൻ്റെ ഒരു ക്യാരക്ടറാണ്, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. സോ പുള്ളിക്കാരിക്ക് ആകെ ഒരു മുന്നിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് അത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കാര്യം കൊണ്ട് ഹാൻഡിൽ ചെയ്യണം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഓവറോൾ മൂവിയിൽ പല സിറ്റുവേഷൻസും നല്ല രീതിക്ക് തന്നെ ഒരു 90% ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ ഹോൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മൂവിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ വർക്കായാലും എല്ലാം നൈസാണ്. എന്താണോ ഈ മൂവിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അത് അടിപൊളിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ മൂവി ഒരു അടിപൊളി പ്രസൻറ്റേഷനാണ്. റിലേഷൻഷിപ്പുള്ള ആൾക്കാരായാലും ഇല്ലാത്തവരായാലും എല്ലാവരും കണ്ടുമൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.